മുതലപ്പുഴ അഴിമുഖത്ത് അനിയന്ത്രിതമായി രൂപപ്പെടുന്ന മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ്. അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടയിടത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. മണൽ നീക്കം നിലച്ചതോടെ അഴിമുഖത്ത് വൻതോതിലാണ് മണലടിഞ്ഞു കൂടിയിരിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തൊഴിലാളികളുടെ വയറ്റത്തടിച്ചുകൊണ്ട് പൊഴിമുഖം അടയുമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം വേഗത്തിലാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മുസ്ലിം ലീഗിന്റെ ഫുട്ബോൾ പ്രതിഷേധം. നമ്മളിവിടെ നടത്തിയ ഒരു പ്രതിഷേധ സമരം ഇതൊരു സമരമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു കളിയാക്കലാണ്. കാര്യം വള്ളം മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന സ്ഥലത്ത് ഇന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള കളി ഗ്രൗണ്ടാക്കി മാറ്റിയതിന്റെ മുഖ്യ പങ്ക് ഇന്നത്തെ സർക്കാരിനും ഇന്നത്തെ ഭരണകൂടത്തിനും. ഈ ഭരണകൂടത്തിന്റെ ഉദാസീനത, ഈ അവസ്ഥയെ കണ്ടിട്ട് കാണാതെ അദാനിയുമായിട്ടുള്ള ഒത്തുകളി, അത് ഒരിക്കലും മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പൊറുക്കാൻ കഴിയില്ല. ഞങ്ങൾ STUവും പെരുമാതുറ മേഖലാ കമ്മിറ്റി, മുസ്ലിം ലീഗിന്റെ മേഖലാ കമ്മിറ്റിയും ഇവിടെ സംയുക്തമായി നടത്തിയ ഈ പരിപാടി ഈ വ്യാപകമായി STUവിന്റെ സംസ്ഥാന കമ്മിറ്റിയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയും ഇത് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനാണ് സർക്കാർ തുനിയുന്നതെങ്കിൽ അതിൽ ഒരുപാട് വില ഈ സർക്കാർ നൽകേണ്ടി വരും എന്നത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. എല്ലാ വർഷവും കൃത്യമായി ഡ്രഡ്ജിങ് നടത്താമെന്ന കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ കൊലയ്ക്ക് കൊടുക്കുന്ന ചിറ്റമ്മ നയമാണ് ഈ സർക്കാർ ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡ്രഡ്ജിങ് എത്രയും പെട്ടെന്ന് ഈ നാളെ മറ്റന്നാൾ ഡ്രഡ്ജിങ് ആരംഭിക്കുമെന്നാണ് ഉദ്യോഗമിത്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. വീണ്ടും അത് നീണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ സമരത്തിന്റെ സ്വഭാവം മാറും, അതിന്റെ രീതി മാറും. അതിനെല്ലാം ഉത്തരവാദിത്വം ഈ ഭരിക്കുന്ന ഭരണകൂടം തന്നെയായിരിക്കും.